അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പടച്ച തമ്പുരാൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മറ്റൊരു റമദാനിൽ കൂടി ജീവിക്കുവാനും ആരാധനാകർമ്മങ്ങളിൽ മുഴുകാനും നമുക്കൊക്കെ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ജീവിതത്തിലെ വളരെ മഹത്തരമായ ഒരവസരമാണ് ഇത് എന്ന് നമ്മളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഇന്നത്തെ ഈ തസ്കിയ സംഗമത്തിൻ്റെ ഒരു തീമായിക്കൊണ്ട് സ്വീകരിച്ചിട്ടുള്ളത് സൂറ ആൽ-ഇംറാനിൽ നിന്നുള്ള ഒരു വചനമാണ്. ഇവിടെ തുടക്കത്തിൽ ഖിറാഅത്ത് ചൊല്ലിയപ്പോഴും അധ്യക്ഷ ഭാഷണത്തിലുമൊക്കെ ആ വചനം എടുത്തു പറയുകയുണ്ടായി. പാപമോചനം എന്നത് സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്കറിയാം. പാപം കഴുകിക്കളയുന്നതിനു വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ആരാധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ റമദാനിലെ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനവും. ഈ അവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിലെ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളഞ്ഞ് വളരെ പരിശുദ്ധരായിക്കൊണ്ട് സ്വർഗപ്രവേശനം നേടുക എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു പ്രസ്ഥാനത്തിൻ്റെ ശക്തി അതിൻ്റെ യുവനിരയാണ്. വളർന്നു വരുന്നൊരു തലമുറയുണ്ടാകുമ്പോൾ മാത്രമേ ആ പ്രസ്ഥാനത്തിന് ബഹുദൂരം സഞ്ചരിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ നമ്മുടെ സംസ്ഥാന സമ്മേളനം വളരെ കൃത്യമായ ചില സന്ദേശങ്ങൾ ബാക്കിയാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന്, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം അത് വാലറ്റു പോകാതെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്ത് മുന്നോട്ട് പോകാൻ കരുത്തുള്ള യുവജനങ്ങളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കരുത്തുറ്റ സംവിധാനമാണ് എന്നതാണ്. നമ്മുടെ സമ്മേളനത്തിൽ വൈവിധ്യങ്ങളായ നിരവധി പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ സംഘടനയുടെ പോഷക ഘടകങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നതായിരുന്നു. യുവജന പ്രസ്ഥാനമായ ISMൻ്റെ നേതൃത്വത്തിൽ കാർഷിക മേളയും പുസ്തകമേളയും, വിദ്യാർത്ഥി വിഭാഗമായ MSM മെസ്സേജ് എക്സിബിഷനും, വിദ്യാർത്ഥിനി വിഭാഗമായ IGM കിഡ്സ് സ്പോർട്ടുമൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. ആ സംവിധാനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവർ രേഖപ്പെടുത്തിയിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാവി ഭാസുരമാണെന്നും ശോഭനമാണെന്നും പ്രതീക്ഷ നൽകുന്നതാണ് എന്നും ഒക്കെയാണ്. ഈ ഓരോ സംവിധാനത്തിലും നമുക്കുണ്ടായിട്ടുള്ള ഒരു ഉണർവ്, പുതിയ തലമുറ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വെച്ച ചില ആശയങ്ങളും കാഴ്ചപ്പാടുകളും വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. അതിൽ വളരെ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന നമ്മുടെ വളണ്ടിയർ സംവിധാനം, യൂണിറ്റി സോഷ്യൽ സർവീസ് മൂവ്മെൻറ്റ്. സമ്മേളനത്തിൽ 1800 ചില്ലാനം വളണ്ടിയർമാരാണ് സേവന രംഗത്തുണ്ടായിരുന്നത്. വളരെ അച്ചടക്കമുള്ള, വളരെ ചിട്ടയായ, മാതൃകാപരമായ ഒരു സമ്മേളനം നമുക്ക് നടത്താൻ സാധിച്ചു. നേരത്തെ പറഞ്ഞ MSMൻ്റെ മേൽനോട്ടത്തിലുള്ള ദ മെസ്സേജ് എക്സിബിഷനിൽ 400-ലധികം വോളണ്ടിയർമാർ ഡെമോൺസ്ട്രേറ്റർമാരായിക്കൊണ്ട് ഓരോ കൗണ്ടറിലും നാം ആ കൗണ്ടറിലൂടെ ആളുകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് പകർന്നു നൽകിക്കൊണ്ട് വരുന്ന ആളുകൾക്ക് കൃത്യമായ സന്ദേശങ്ങൾ അറിയിച്ചു കൊടുത്തുകൊണ്ട് ഡ്യൂട്ടി എടുത്ത 400-ലധികം വോളണ്ടിയർമാർ, അവർ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയാണ്. കിഡ്സ് സ്പോർട്ടിലും 400-ലധികം വോളണ്ടിയർമാരുണ്ടായിരുന്നു.
ആ കൊച്ചുകുട്ടികൾ 2-3 മണിക്കൂറുകൾ അവർ ആ കിഡ്സ് സ്പോട്ടിൽ ചെലവിട്ടപ്പോഴൊക്കെ അവരുടെ കൂടെ അവരെ നന്മയുടെ വഴിയിൽ ചേർത്ത് നിർത്തിയ IGM-ന്റെ പ്രവർത്തകർ, അവർ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രതീക്ഷയാണ്. ഏതൊരു പ്രസ്ഥാനവും അത് നിലകൊള്ളുക, അതിൻ്റെ ഭാവി ഉണ്ടാകുക അതിൻ്റെ അടുത്ത തലമുറയിലാണ്. നമ്മൾ ഏറ്റവും അധികം ഊന്നൽ നൽകേണ്ടുന്ന ഒരു മേഖലയും അത് തന്നെയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ എല്ലാ ഘടകങ്ങൾക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ളൊരു പ്രവർത്തന രീതി നമ്മൾ ആവിഷ്കരിച്ചത്. അത് ഫലം കണ്ടു. ഇനി നമ്മുടെ ജില്ലകളിലും മണ്ഡലങ്ങളിലും ശാഖകളിലുമൊക്കെ അടുത്ത ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിനും അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു വന്നിട്ടുള്ള പുതിയ തലമുറയെ സജീവരായി നിലനിർത്തുന്നതിനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം നമ്മുടെ സംഘടനാ തെരഞ്ഞെടുപ്പുകളുടെ കാലമാണ്. എല്ലാ ഘടകങ്ങളുടെയും മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളും ഘടകങ്ങളുടെ രൂപീകരണവും നടക്കുന്നത് ഈ വർഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സജീവമായ ഘടകങ്ങൾ രൂപപ്പെടുത്താൻ അമാനത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന നേതൃത്വങ്ങൾ കടന്നു വരുന്നതിന് വേണ്ടി താഴെ നിന്ന് തന്നെ, ശാഖകളിൽ നിന്ന് തന്നെ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പുതിയ തലമുറ ഉണ്ടാകുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ തങ്ങളുടെ മക്കളെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി വാർത്തെടുത്ത ചില മാതാപിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും സജീവമായി ഉണ്ടായിരുന്ന അശറുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബി, അദ്ദേഹത്തെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗത്തിൽ അദ്ദേഹം എൻ്റെ അയൽക്കാരനാണ് എന്നാണ്. 2 ആളുകളെ ചേർത്തുകൊണ്ടാണ് റസൂലുള്ളാഹി അത് പറഞ്ഞിട്ടുള്ളത്. അവർ സ്വർഗത്തിൽ എൻ്റെ അയൽക്കാരാണ്. ആ 2 വ്യക്തികളെയും ചരിത്രത്തിൻ്റെ മിക്ക സന്ദർഭങ്ങളിലും ചേർന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. മരണത്തിലും അവരൊപ്പമായിരുന്നു എന്നും നമുക്ക് കാണാം. ജമൽ യുദ്ധത്തിന് ശേഷമാണ് ആ 2 പേരും മരണപ്പെടുന്നത്. മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി സഫിയ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. ഇസ്ലാമിൻ്റെ തൂണ് എന്നാണ് സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ചത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വന്നു. എനിക്ക് വഹി നൽകി തിരിച്ചു പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ എൻ്റെ സലാം ഒരാളെ അറിയിക്കണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപൂർവ്വം ചോദിക്കുകയുണ്ടായി, ആർക്കാണ് താങ്കളുടെ സലാം ഞാൻ എത്തിക്കേണ്ടത്? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, അങ്ങയുടെ അമ്മായിയുടെ മകൻ സുബൈറിന് എൻ്റെ ക്ഷേമാന്വേഷണങ്ങൾ, സമാധാനത്തിൻ്റെ വാചകങ്ങൾ താങ്കൾ എത്തിക്കണം എന്നാണ്. അത്രത്തോളം ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു 15ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന, ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു മഹാപുരുഷനാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് സഫിയ റളിയല്ലാഹു അൻഹ തൻ്റെ മകനെ ദീനിൻ്റെ സേവനത്തിന് വേണ്ടി പരിശീലിപ്പിച്ചെടുക്കുന്നുണ്ട്. ചരിത്രത്തിൽ അത് നമുക്ക് കാണാം. കുതിരയെ ഓടിക്കാനും ആയുധങ്ങൾ ഉപയോഗിക്കാനും കഠിനമായ പരിശീലനമാണ് സഫിയ തൻ്റെ മകന് കൊടുക്കുന്നത്. ചില വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ കഠിനമായി തന്നെ ശകാരിക്കും, ചിലപ്പോൾ ശിക്ഷിക്കും. അത് കണ്ടു നിൽക്കുന്ന ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ മകനോട് ഇങ്ങനെ പെരുമാറുന്നത്? സഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഞാൻ അവനെ വളർത്തിയെടുക്കുകയാണ്, പരിശീലിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീട് വന്നിട്ടുള്ള നിർണായകമായ യുദ്ധങ്ങളിലൊക്കെ യുദ്ധക്കളത്തിൻ്റെ മുൻപന്തിയിൽ പ്രവാചകന്റെ ഇടവും വലവും നിറഞ്ഞു നിന്നുകൊണ്ട് അടരാടാൻ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ബദറിൽ മുസ്ലിങ്ങൾക്ക്
3 കുതിരകൾ ആണ് ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. ആ 3 അശ്വങ്ങളെ അശ്വാരൂഢരായിക്കൊണ്ട് ബദറിന്റെ രണാങ്കണത്തിൽ ഉണ്ടായിരുന്നവരിൽ ഒരാൾ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആയിരുന്നു. പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളെ അത്തരത്തിൽ പരിശീലിപ്പിച്ച് ഈ മാർഗത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവും വിദ്യാർത്ഥിനി പ്രസ്ഥാനവും യുവജന പ്രസ്ഥാനവും ഒക്കെ നിലനിൽക്കുകയുള്ളൂ. നാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിൻ്റെ തനതായ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കലിമത്തു തൗഹീദിൻ്റെ സന്ദേശം, അത് മായമില്ലാതെ കലർപ്പില്ലാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയെയും ഭയപ്പെടാതെ അദൃശ്യമായ ഏതൊരു സൃഷ്ടിയാകട്ടെ അതിനെയൊന്നും ഭയപ്പെടാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ടുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ, അങ്ങനെയൊരു സമൂഹം നിലനിൽക്കണമെങ്കിൽ നമ്മൾ വളരെ ബോധപൂർവം നമ്മുടെ കുട്ടികളെ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ ബദറിൽ മറ്റൊരു കുതിരയെ നയിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു കുതിരപ്പുറത്തേറിക്കൊണ്ട് യുദ്ധക്കളത്തിൽ നിറഞ്ഞു നിന്നിരുന്നൊരു സ്വഹാബിയാണ് മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു അൻഹു. മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും അദ്ദേഹത്തെ പരിശീലിപ്പിച്ചെടുത്തൊരു പിതാവിനെ നമുക്ക് കാണാം. ഖന്നാസ് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. സുബൈറിൻ്റെ കൂടെ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ കൂടെ ആദ്യമായി ആയോധന കലയിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാളാണ് ഖന്നാസ് റളിയല്ലാഹു അൻഹു. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, ആദ്യമായി ആയുധം ഉപയോഗിച്ചുകൊണ്ട് ബദറിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു, ഒരു കുതിര അദ്ദേഹം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം ചെയ്ത സേവനങ്ങൾ, ബദറിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ, അത് ഞങ്ങൾക്കൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, ആഗ്രഹിച്ചു എന്ന് ചില സ്വഹാബിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലഭിച്ച അവസരത്തെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ബദറിൽ സജീവമായി സേവനം ചെയ്ത മിഖ്ദാദും മർസദും, ആ മർസദ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ പിതാവ് ചിട്ടയായ പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കുകയാണ്. ഈ ദീനിനു വേണ്ടി വളർത്തിയെടുക്കുകയാണ്. അങ്ങനെ ബദറിൽ പിതാവിനോടൊപ്പം അദ്ദേഹവും യുദ്ധക്കളത്തിൽ സജീവമായി പോരാടുകയാണ്. ബദറിൽ മാത്രമല്ല, പ്രവാചകൻ ചില പ്രത്യേക ദൗത്യങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നതിന് ശേഷം മക്കയിൽ ഇസ്ലാം സ്വീകരിച്ച പലരെയും തടവിൽ പാർപ്പിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്നു എന്ന വിവരമറിഞ്ഞപ്പോൾ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പ്രവാചകൻ ചില ആളുകളെ ഏൽപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തിയ ഒരാളായിരുന്നു മർസദ് ബിൻ അബി മർസദ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം. ആവേശകരമായ ചരിത്രമാണ്. പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ആ യുവാവിൻ്റെ പോരാട്ട വീര്യത്തെ അടുത്തറിയേണ്ടതുണ്ട്. ഇരുട്ടിൻ്റെ മറവിൽ യത്രിബിൽ നിന്ന് മദീനയിൽ നിന്ന് പുറപ്പെട്ട് മക്കയിൽ എത്തിച്ചേർന്ന് മക്കയിലെ മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ രാത്രിയിൽ ഉറങ്ങുന്നതുവരെ കാത്തിരുന്ന് അവർ ഉറക്കത്തിലാകുന്ന സമയത്ത് തടവറകൾക്കുള്ളിലേക്ക് കയറി ചെന്ന് അതിൻ്റെ പൂട്ടുകൾ പൊളിച്ച് തടവിലിട്ട വിശ്വാസികളായ ആളുകളെ തോളിൽ കയറ്റിക്കൊണ്ട് പിന്നീട് കുറച്ച് ദൂരം സഞ്ചരിച്ച് ഒട്ടകപ്പുറത്തിരുത്തി മദീനയിലേക്ക് കൊണ്ടുവരുന്ന ധൈര്യവാന്മാരായ ചിലരുണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് മർസദ്. അദ്ദേഹത്തിന് ആ ദൗത്യം നിർവഹിക്കാൻ, പ്രവാചകൻ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ സാധിച്ചത് അദ്ദേഹത്തെ ആ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് പരിശീലിപ്പിച്ചെടുത്തു എന്നതുകൊണ്ടാണ്. നമ്മുടെ ജില്ലയിലും നമ്മുടെ മണ്ഡലങ്ങളിലും നമ്മുടെ ശാഖയിലുമൊക്കെ ഈ ഒരു ചേർത്ത് നിർത്തൽ നമ്മളിൽ നിന്ന് ഉണ്ടാകണം. അടുത്ത തലമുറ ഉണ്ടായി വരണം. പ്രവർത്തനങ്ങളിൽ അവരെ പ്രേരിപ്പിക്കണം. അവർക്ക് ചെയ്യാൻ തടസ്സമുള്ളത് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും അവരെ കൊണ്ട്
അവർ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നതല്ല പറഞ്ഞതിൻ്റെ ചുരുക്കം. അവരെ പ്രേരിപ്പിക്കുകയും അവർക്ക് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് അവരെ ധൈര്യപ്പെടുത്തുകയും അവരതിനു വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മുടെ ഇടപെടൽ അനിവാര്യമാണ്. മുതിർന്ന പ്രസ്ഥാനത്തിൻ്റെ കാരണവരായ ആളുകൾ, ഉപ്പമാരും ഉമ്മമാരും, ഖന്നാസ് ബിൻ ഹുസൈനും സഫിയ റളിയല്ലാഹു അൻഹയും ഒക്കെ ആകാൻ തയ്യാറായാൽ നമുക്ക് ഈ സമ്മേളനം കൊണ്ട് നാം തുടങ്ങിവെച്ച വലിയൊരു ദൗത്യമുണ്ട്. സമ്മേളനം നമ്മുടെ നിരവധി പദ്ധതികളുടെ ഒരു തുടക്കമാണ്. അടുത്ത 5 വർഷം കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം എങ്ങനെ പോകണമെന്ന് ഗൗരവകരമായി നമ്മൾ ആലോചിക്കുകയാണ്. സമ്മേളനത്തിൻ്റെ മുമ്പ് തന്നെ അതിനുവേണ്ടിയുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമ്മേളനാനന്തരം ആ പ്രോജക്റ്റുകളെ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് ഒരു ദിവസത്തെ ചിന്തൻ ബൈഠക്കിന് സംഘടന തീരുമാനിച്ചിരിക്കുന്നു. അടുത്ത 5 വർഷം നമ്മുടെ സമ്മേളനം ഇനി 6 വർഷം 5 വർഷം കഴിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ, കേരളത്തിലെ പൊതുജനങ്ങളെ ഏത് രീതിയിലാണ് നാം ആ ഒരു കാലത്ത് അഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരേതൊരു തലത്തിലേക്ക് ഉയർന്നു വന്നിരിക്കണം എന്നതിനെ കൃത്യമായി ആലോചിച്ചുകൊണ്ട് 6 മാസത്തിലുള്ള 10 ഘട്ടങ്ങൾ ആയിക്കൊണ്ട് നമ്മുടെ പദ്ധതികളെ നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ഓരോ 6 മാസത്തിലും പൂർത്തീകരിച്ചു പോകേണ്ടുന്ന അജണ്ടകൾ. അത് കഴിഞ്ഞ് ഈ കേരളീയ സമൂഹത്തിന് മുമ്പ് നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനം നവോത്ഥാനം പകർന്നു നൽകിയതുപോലെ പുതിയ കാലത്തെ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനും, പ്രത്യേകിച്ച് നാം നിലകൊള്ളുന്ന ഈ കാലം ഫാസിസം അതിൻ്റെ ഭീകരമായ മുഖങ്ങൾ പുറത്തെടുത്തുകൊണ്ട്, അതിൻ്റെ ദ്രംഷ്ടകൾ പുറത്തെടുത്തുകൊണ്ട് ഇന്ത്യയുടെ മനോഹരമായ മതേതര മുഖത്തെ പിച്ചു ചീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയം കൊണ്ടൊരു കാര്യവുമില്ല. കൃത്യമായ നിലപാടുകളുമായി, കൃത്യമായ പദ്ധതികളുമായി ഈ സമൂഹത്തിന് ധൈര്യം പകർന്നു നൽകാനും വഴി പറഞ്ഞു കൊടുക്കാനുമാണ് സാധിക്കേണ്ടത്. ഇതിന് മുന്നിൽ നിൽക്കേണ്ടത് നമ്മളാണ്, ഈ പ്രസ്ഥാനമാണ്. 1921 മലബാർ സമരാനന്തരം കേരളത്തിലുണ്ടായിട്ടുള്ള അരക്ഷിതാവസ്ഥയിൽ കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങൾക്ക് ദിശ നിർണയിച്ചു കൊടുത്തത് നമ്മളായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ വഴിതെട്ടി വിളിച്ചു കൊടുത്തത് നമ്മളായിരുന്നു. സാമൂഹ്യ സേവനത്തിൻ്റെ പാതയൊരുക്കി കൊടുത്ത് ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് നമ്മളായിരുന്നു. ആ ദൗത്യം ഈ ഫാസിസ്റ്റ് കാലത്തും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. സമൂഹം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഈ ഉമ്മത്തിനെ ബോധവാന്മാരാക്കിക്കൊണ്ട്, ഉമ്മത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ഉമ്മത്തിനിടയിലുള്ള ഐക്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജനങ്ങളും വിദ്യാർത്ഥികളും അതോടൊപ്പം ഉണ്ടായിരിക്കണം. യുവജനങ്ങളും വിദ്യാർത്ഥികളും പല മേഖലകളിൽ വ്യാപൃതരാണ്. സുദീർഘമായി സംസാരിക്കേണ്ടുന്ന വിഷയമാണ്. ലഹരിയിലും അതുപോലെയുള്ള മറ്റ് ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ വലയത്തിലകപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം തിരിച്ചറിയാതെ സാമൂഹിക പ്രതിബദ്ധത മറന്നുകൊണ്ട് ജീവിക്കുകയാണ്. ഈ സമൂഹത്തെ കൃത്യമായി പരലോക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. അതുമാത്രമേ ഒരു സമൂഹത്തിൽ സ്ഥായിയായ മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നൈമിഷികമായ ഈ ലോകം, നശ്വരമായ ഈ ലോകം, അത് നശിക്കുകയും അതിലപ്പുറം അനശ്വരമായ ഒരു ലോകമുണ്ട്. ആ ലോകത്തിൽ വിജയിയാവുക എന്നതാണ് ജീവിതത്തിലെ വിജയം എന്ന് കൃത്യമായി യുവസമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഇത്തരത്തിലുള്ള നമ്മുടെ വേദികളും കൂട്ടായ്മകളുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. നമ്മുടെ തലമുറ അവരെ വളർത്തിയെടുക്കുന്നതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മുടെ തുടർന്നുള്ള അജണ്ടകൾ കൂടി രൂപപ്പെടുത്തണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് വൈകുന്നേരം വരെ, ഇഫ്താർ വരെ ഒരുപാട് സംസാരങ്ങൾ തുടർന്നും നമ്മൾ കേൾക്കാനിരിക്കുകയാണ്. സർവശക്തനായ നാഥൻ നമ്മുടെ ഒത്തുചേരൽ ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
നാളെ പരലോകത്തിൽ ഏറ്റവും കനം തൂങ്ങുന്ന, നന്മയുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങളായി അവൻ നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ നാഥൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ഒരു തസ്കിയ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.